ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 2 വാഴയ്ക്കയും 2 പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചോറിനൊഴിക്കാം, ഒരു കറി ചെയ്യാം. അതിലേക്ക് വേണ്ടി ഈ വാഴയ്ക്കയെ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളകിനെയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ അപ്പോഴപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. വാഴയ്ക്കയാണ് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതൊന്ന് വെള്ളം എല്ലാം ഒന്ന് വറ്റി വരണം. നല്ലതായിട്ട് വറ്റി വരേണ്ട, ചെറിയ രീതിയിൽ വറ്റി വന്നാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ അരപ്പ് ഒന്ന് നോക്കാം. നമുക്ക് തേങ്ങ, മുളക് പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വാഴക്കയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും ഇട്ടില്ല. വാഴക്കയെല്ലാം വെന്ത് നല്ലതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടിയിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ആ തൈരിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയാണ്. ഞാനിത് ശകലം വറുത്ത ഉലുവയായിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പച്ച ഉലുവയാണെങ്കിൽ നേരത്തെ ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്ത് താളിപ്പിനെ എടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു കറിയാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.